ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ പിങ്ക് പാൽ പായസമാണ്. കാണാനും അതേപോലെ കഴിക്കാനും നല്ല അടിപൊളിയാണ് ഈ പായസം. എല്ലാവരും തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഇത് ചെയ്തു നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും. അപ്പോൾ ഇത് ഞാൻ സേമിയ കൊണ്ടല്ല ചെയ്യുന്നത്, അരി വെച്ചിട്ടാണ്. അതായത് നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കയമരി വെച്ചിട്ടാണ് ചെയ്യുന്നത്, അതായത് ജീരകശാല അരി. വേണമെങ്കിൽ നിങ്ങൾക്ക് ബസ്മതി അരി ഉപയോഗിക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നു ജീരകശാല അരിയാണ് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. നന്നായി കഴുകിയെടുത്ത അരി ഒരു 20 മിനിറ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാൻ വെക്കാം. അപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുത്തിട്ട് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സി ഉപയോഗിച്ചിട്ട് പൊടിക്കാം, അതായത് കുതിർക്കുന്നതിന് മുമ്പ് മിക്സി കൊണ്ട് പൊടിച്ചെടുക്കാം. പക്ഷെ അങ്ങനെ പൊടിക്കുമ്പോൾ ഒരുപാടങ്ങ് ഫൈനായി പോവും. ഇങ്ങനെയാവുമ്പോൾ നല്ലൊരു കറക്റ്റായിട്ട് കിട്ടും നമുക്ക്. പിന്നെ വേണ്ടത് ബീട്രൂട്ടാണ്. ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ടിൻ്റെ പകുതിയാണ് എടുത്തത്. ഈ ബീട്രൂട്ടാണ് നമ്മുടെ പായസത്തിന് പിങ്ക് കളർ കൊടുക്കുന്നത്. അപ്പോൾ ഒരു പകുതി ഇങ്ങനെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലോട്ട് ഇട്ട് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായി അരച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി കൈകൊണ്ട് അത്യാവശ്യം പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു അരി കുക്കറിലോട്ടിട്ട് ഈ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് മുഴുവനും ചേർക്കേണ്ട, ഞാനൊരു 1/4 ഭാഗമാണ് ചേർത്തത്. കാരണം ഇത് വേവുമ്പോൾ ഈ റൈസിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ കളറ് പിടിക്കും. പിന്നെ നമ്മൾ പായസം വെക്കുമ്പോൾ കുറച്ചുകൂടെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി കുറച്ച് പച്ചവെള്ളമാണ് ഒഴിച്ചത്, അതായത് 1/2 കപ്പിന് 1/2 കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ തന്നെ നമ്മുടെ അരിക്ക് പിങ്ക് കളർ വന്നിട്ടുണ്ട്, പക്ഷേ ഇത് വെന്ത് കഴിയുമ്പോൾ ഈ പിങ്കിന് പകരം ഒരു ലൈറ്റ് ഓറഞ്ച് കളറായിരിക്കും ഉണ്ടാവുക. ആ ഒരു കറക്റ്റ് പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അവിടെ മാറ്റി വെച്ചത്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. 2.5 കപ്പ് പാലാണ് ഞാൻ എടുത്തത്. ഇനി ഞാനൊരു മിക്സ് തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു ഗ്ലാസ്സിലോട്ട് ഇട്ട് അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഇനി ഇതിലേക്കൊരു 3-4 കുങ്കുമപ്പൂവും ചേർത്തിട്ടുണ്ട്. കുങ്കുമപ്പൂവിന് പകരം വേണമെങ്കിൽ റോസ് വാട്ടർ ചേർക്കാം. റോസ് വാട്ടറാണ് കുറച്ചുകൂടെ നല്ലത്. എൻ്റെ കയ്യിലിപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഇത് ചേർത്തത്. ഒരു 2-3 തുള്ളി റോസ് വാട്ടറും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. ഈ ഒരു മിക്സ് നമുക്ക് ഏത് പായസത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് ചേർക്കുമ്പോൾ പായസത്തിന്. അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കിയ സമയം കൊണ്ട് നമ്മുടെ അരി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ് കിട്ടിയത്. അപ്പോൾ അതിലേക്ക് ബാക്കി വന്ന ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വേവിച്ചു വെച്ച ചോറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. ബാക്കി മധുരത്തിന് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം, അതുകൊണ്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക. ഇനി വേണമെങ്കിൽ വെറും പഞ്ചസാര മാത്രം ചേർക്കാം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രം ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിവിടെ രണ്ടും ഈക്വലായിട്ടാണ് എടുത്തത്. ഇനി ഇതിലേക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച പാലൊന്ന് അരിച്ചിട്ട് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫുൾ ഫാറ്റ് മിൽക്കായിരുന്നു ഞാൻ എടുത്തത്. അപ്പോൾ അതിൻ്റെ പാടയൊക്കെ ഒന്ന് പോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അരിച്ചിട്ട് ചേർത്തത്. അപ്പോൾ പാല് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ലൈറ്റ് പിങ്കായി വന്നിട്ടുണ്ട് പായസം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ പാൽപ്പൊടിയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും പായസത്തിന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഏത് ടൈപ്പ് പായസം ഉണ്ടാക്കുന്നതാണെങ്കിലും, അതായത് സേമിയ, സാഗോ ഏത് വെച്ചിട്ടുണ്ടാക്കുന്നതാണെങ്കിലും ഈ ഒരു കൂട്ട് ചേർത്തിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എനിക്കൊരു ഇത്തിരി മധുരം കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചുകൂടി മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അതൊന്നൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് തന്നെ ഉണക്കമുന്തിരി കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം.
പിന്നെ പായസം നല്ല തിക്കായി വരണമെങ്കിൽ നമ്മൾ പായസം ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ അടച്ചു വെക്കരുത്. അത് കുറച്ച് സമയം ഒന്ന് തുറന്ന് വെക്കുക. ഇപ്പോൾ നല്ല കട്ടിയായിട്ടാണ് പായസം വന്നത്. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഈ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ വറുത്ത് ചേർത്തത്. എന്നിട്ടൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ പായസം ഉണ്ടാക്കിയ ഉടനെ ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ പായസം വീണ്ടും ലൂസായി പോവും. അപ്പോൾ നല്ല തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മൾ ഈ അരി വെച്ച് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ പിങ്ക് പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല അടിപൊളി ഡിഷസുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.